പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ടതായ ഈ നല്ല സമയത്തിനായിട്ട് ദൈവത്തെ തീരുമായി സ്തുതിക്കുന്നു. JCNDST അഥവാ യേശു ക്രിസ്തുവിൻ്റെ പുതിയ നിയമരക്ഷയുടെ ഉപദേശം എന്ന ഈ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ വീണ്ടും തിരുവചനവുമായിട്ട് നിങ്ങളുടെ മുൻപാകെ നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഒരവസരം കൂടെ ഇളയവന് ദാനമായി നൽകിയ ഇളയവനാകുന്ന കർത്താവിൻ്റെ കരുണയും കൃപയും ഓർത്ത് ദൈവത്തെ തീരുമായി സ്തുതിക്കുന്നു. നിത്യജീവമൊഴികൾ എന്ന വിശുദ്ധ വചന പരമ്പരയിൽ സ്തോത്രം വീണ്ടും ദൈവവചനമായിട്ട് കടന്നു വരേണ്ടതിന് സ്വർഗത്തിലെ ദൈവം കൃപ നൽകിയത് ഓർത്ത് ദൈവത്തെ തീരുമായി സ്തുതിക്കുന്നു. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വർഗത്തിലെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു. ഫേസ്ബുക്കിലും യൂട്യൂബിലുമൊക്കെയും ഈ സന്ദേശം കേൾക്കുവാൻ സാധിക്കുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ടവരും വളരെ പ്രാർത്ഥനയോടെ വചനം ശ്രവിക്കണം എന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. സ്തോത്രം. നിത്യജീവമൊഴികൾ എന്ന ഈ വചന പരമ്പരയിൽ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വം എന്ന വിഷയമാണ് കഴിഞ്ഞ ഏതാണ്ട് 8 എപ്പിസോഡുകളിലായിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 9ാമത്തെ ഭാഗമാണ് ഇന്ന് നാം ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. വളരെ പ്രാർത്ഥനയോടെ വിഷയം ശ്രദ്ധിക്കുക. ദൈവവചനത്തിൻ്റെ സത്യം തിരിച്ചറിഞ്ഞ് സത്യത്തിനു വേണ്ടി നിലകൊള്ളുക. കർത്താവ് ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വവും അവൻ്റെ മനുഷ്യത്വവും എന്ന വിഷയങ്ങൾക്ക് തുല്യമായ പ്രാധാന്യമുണ്ട് എന്ന് കഴിഞ്ഞ പ്രാവശ്യവും നമ്മൾ ചിന്തിക്കുകയുണ്ടായി. കാരണം യേശുക്രിസ്തു ഒരേ സമയം തന്നെ സാക്ഷാൽ ദൈവവും ഒരു പൂർണ്ണ മനുഷ്യനുമാണ് എന്ന് തിരുവചനത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ നാം പൂർണ്ണമായും പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. ഇക്കാര്യത്തിൽ പലർക്കും പലവിധമാകുന്ന സംശയങ്ങളുണ്ട്, പലവിധമാകുന്ന തർക്കങ്ങളും വാദഗതികളും ഒക്കെ ഉണ്ട്. എങ്കിലും തിരുവചനത്തിൽ ദൈവം ഉൾക്കൊള്ളിച്ചിരിക്കുന്നതായ വസ്തുതകളെ ഗ്രഹിക്കേണ്ടത് ഓരോരുത്തരുടെയും കർത്തവ്യമാണ്. അത് ഗ്രഹിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും തിരുവചനത്തെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ വേണ്ട വിധത്തിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിന് അത് പ്രയോജനം ചെയ്യുകയില്ല എന്നുള്ള കാര്യവും കൂടെ നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വവും അവൻ്റെ മനുഷ്യത്വവും തമ്മിലുള്ളതായ വ്യത്യാസം എന്ത് എന്ന് നാം വ്യക്തമായി അറിഞ്ഞിരിക്കണം. അതറിയാതെ പോയാൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ യഥാർത്ഥ അനുഗ്രഹം അനുഭവിപ്പാൻ നമുക്ക് സാധിക്കാതെ പോകും എന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് സത്യവചനം യഥാർത്ഥമായി മനസ്സിലാക്കി അതിനനുസരണമുള്ള ഒരു ആത്മീയ ജീവിതം നയിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഇത് അന്ത്യകാലമാണ്. നമ്മുടെ കർത്താവിൻ്റെ വരവ് നമ്മോട് ഏറ്റവും അടുത്തിരിക്കുന്നു എന്ന് നാം ഓരോരുത്തരും അറിയുന്നു. അതിനാൽ ശത്രുവാക്കുന്ന പിശാച് അനേകം വ്യാജന്മാരെ ആത്മീയ മണ്ഡലത്തിൽ ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. അവർ ലോകവ്യാപകമായി വിവിധ നിലകളിൽ കള വിതച്ചു കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ദൈവവചനത്തിൻ്റെ സത്യം ആരും ഗ്രഹിക്കാതിരിക്കേണ്ടതിനും ദൈവവചനത്തിൻ്റെ വസ്തുതകൾക്ക് അനുസരണമായി ആരും ജീവിതത്തെ കെട്ടുപണി ചെയ്യാതിരിക്കേണ്ടതിനു വേണ്ടി ശത്രുവാകുന്ന പിശാച് വിവിധ നിലകളിലുള്ളതായ വ്യാജ പ്രചരണങ്ങൾ ലോകവ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശത്രു ഈ വിധത്തിലുള്ളതായ കള വിതയ്ക്കുന്നതിനാൽ
വിത്തിന് വേണ്ട വിധത്തിൽ വളർന്നു വരുവാൻ കഴിയാത്ത വിധത്തിൽ വിത്തിനെ ഞെരുക്കിക്കളയുന്ന ഒരു അനുഭവമാണ് ഇന്ന് ലോകത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ധാരാളം ആളുകൾ സ്തോത്രം വിതയ്ക്കപ്പെടുന്ന വ്യാജ ഉപദേശങ്ങളുടെ പിന്നാലെ കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുകയാണ്. സ്തോത്രം. കാരണം ജീവിതത്തിന് വിശുദ്ധിയോ വേർപാടോ സ്തോത്രം ഒന്നും നോക്കേണ്ടുന്ന കാര്യമില്ല. തങ്ങൾക്ക് ബോധിച്ച വിധത്തിൽ ജീവിക്കുവാനുള്ളതായ സ്വാതന്ത്ര്യം സ്തോത്രം ഈ വ്യാജന്മാരുടെ വ്യാജ പ്രവർത്തനങ്ങളാൽ കഴിയുന്നതാണ്. എന്നാൽ സത്യവചനത്തെ യഥാർത്ഥമായി മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് സത്യത്തിന് വേണ്ടി നിലകൊള്ളുവാൻ ഇടയായി തീരണം. അതിന് വിശുദ്ധിയും വേർപാടും അനുഷ്ഠിക്കുന്നവരായിരിക്കണം. അതൊക്കെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ബുദ്ധിമുട്ടായിട്ട് അവർക്ക് തോന്നുന്നു. അതുകൊണ്ട് സ്വതന്ത്രമായി ഈ ലോകത്തിൽ ജീവിക്കുവാൻ കഴിയുന്ന തരത്തിൽ ജഡത്തിൻ്റെ സുഖത്തിന് വേണ്ടി ജീവിതം നയിക്കുന്നതായിട്ടാണ് നമുക്ക് പലരെയും കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. എന്നാൽ ശരിയായിട്ടുള്ള മാർഗം സ്വീകരിച്ച് നല്ലതിനെ തിരഞ്ഞെടുത്തുകൊണ്ട് തീയതിനെ നാം ഉപേക്ഷിക്കേണ്ടത് ആവശ്യമാണ് എന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് ഈ നാടുകളിൽ നല്ല നിലങ്ങളെ നല്ലതുപോലെ ഒരുക്കി അതിൻ്റെ നല്ല വിത്തുകളെ അതിൽ വിതച്ച് നല്ല ഫലം ലഭിക്കത്തക്ക പാകത്തിൽ അതിനെ വിതച്ച് സ്തോത്രം നമുക്ക് നല്ല നിലയിൽ ഉള്ള ഫലം എടുക്കുവാൻ തക്കവണ്ണം ഇടയായി തീരേണ്ടതിന് നമുക്ക് വളരെ പ്രാർത്ഥനയോടും സന്തോഷത്തോടും കൂടെ കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കാം, വചനം ശ്രദ്ധിക്കാം, വചനം ധ്യാനിക്കാം. സ്തോത്രം. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകലുള്ളതായ ചിന്തയ്ക്കായിട്ട് ചില വേദഭാഗങ്ങൾ നിങ്ങളുടെ മുൻപാകെ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യത്വം എന്ന വിഷയമാണ് നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അത് വളരെ വ്യക്തമായിട്ട് നാം മനസ്സിലാക്കിയിരിക്കേണ്ടതും ആവശ്യമാകയാൽ നാം ചില വേദഭാഗങ്ങൾ ഇന്ന് ഈ വൈകിയ സമയത്ത് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ താല്പര്യപ്പെടുന്നു. പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കുക. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യഭാഗങ്ങൾ പ്രാരംഭമായി നാം വായിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ രണ്ടാമത്തതിനെ സ്ഥാപിപ്പാൻ ഒന്നാമത്തതിനെ നീക്കിക്കളയുന്നു എന്ന് നമുക്കിവിടെ കാണുവാൻ കഴിയുകയാണ്. ഇത് കർത്താവായ യേശു ക്രിസ്തു പറയുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. സർവശക്തനായ ദൈവത്തിൻ്റെ തിരുഹിതം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് തൻ്റെ മനുഷ്യത്വത്തിൽ താൻ സംസാരിക്കുകയാണ്. താൻ മനുഷ്യത്വത്തിൽ സംസാരിക്കുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് നാം അറിഞ്ഞിരിക്കേണ്ടുന്നത്, സ്തോത്രം, താൻ എപ്പോഴും സംസാരിക്കപ്പെടുന്നത് തൻ്റെ ദൈവത്വത്തോട് തന്നെയാണ്. അവൻ പ്രാർത്ഥിക്കുമ്പോഴും തൻ്റെ ദൈവത്വത്തോട് തൻ്റെ മനുഷ്യത്വം പ്രാർത്ഥിക്കുന്നു എന്നാണ് തിരുവചനത്തിൻ്റെ വ്യവസ്ഥകൾ അനുസരിച്ച് നാം മനസ്സിലാക്കിയിരിക്കേണ്ടതും. സ്തോത്രം. അങ്ങനെ തന്നെയാണ് നാം പഠിക്കേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് തെറ്റുകൂടാതെ വചനത്തിൻ്റെ വസ്തുതകൾ തിരിച്ചറിയുവാനും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും കഴിയുകയുള്ളൂ. ഇല്ലെങ്കിൽ പല നിലകളിലുള്ളതായ സംശയങ്ങൾ ഉളവാകുന്ന വിധത്തിലുള്ളതായ സ്തോത്രം വിഷയങ്ങൾ തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയും. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വവും മനുഷ്യത്വവും എന്ന വിഷയം വ്യക്തമായിട്ട് നാം അറിഞ്ഞിരുന്നാൽ ആ തരത്തിലുള്ളതായ തെറ്റായ ധാരണകളിൽ നിന്ന് നമുക്ക് സ്വതന്ത്രമായി കർത്താവിനെ സേവിക്കുവാൻ കഴിയും എന്നത് വസ്തുതയാണ്. അതിനായിട്ട് സകലരും പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. കർത്താവ് പറയുന്നു, ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ രണ്ടാമത്തതിനെ സ്ഥാപിപ്പാൻ ഒന്നാമത്തതിനെ നീക്കിക്കളയുന്നു എന്നാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. കൃപയുടെ പ്രമാണത്തെ സ്ഥാപിക്കേണ്ടതിന് വേണ്ടി ന്യായപ്രമാണത്തെ നീക്കം ചെയ്യുന്നു എന്നാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. ന്യായപ്രമാണം എപ്പോഴും പാപത്തിൻ്റെ പ്രമാണമായി കിടക്കുകയാണ്. സ്തോത്രം. ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുന്നില്ല എന്നും ദൈവവചനം നമ്മെ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. അതുകൊണ്ട് കൃപയാൽ അത്രയും നാം രക്ഷിക്കപ്പെടുന്നത് എന്നും ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നു. കൃപയുടെ പ്രമാണമാണ്
നമ്മുടെ രക്ഷയ്ക്ക് ആധാരമായിട്ടുള്ളത്. ആ പ്രമാണം അനുസരിക്കുന്നു എങ്കിൽ മാത്രമേ നമുക്ക് ആത്മരക്ഷ പ്രാപിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. സ്തോത്രം. ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ രണ്ടാമത്തതിനെ സ്ഥാപിപ്പാൻ ഒന്നാമത്തതിനെ നീക്കിക്കളയുന്നു എന്ന് അതിൻ്റെ അടുത്ത ഭാഗത്തിൽ നാം വായിക്കുന്നത്. ആ ഇഷ്ടത്താൽ നാം യേശു ക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് കാണുവാൻ കഴിയുന്നു. സ്തോത്രം. ദൈവം തൻ്റെ ഇഷ്ടം യേശു ക്രിസ്തുവിലൂടെ നിറവേറുവാൻ ഇടയായി തീർന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്ന. ആ ഇഷ്ടത്താൽ നാം യേശു ക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. കർത്താവിൻ്റെ ശരീരയാഗത്താലാണ് നമുക്ക് വിശുദ്ധീകരണം പ്രാപിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത്. ആ വിശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ കാണുവാൻ കഴിയുന്നതല്ലായതുകൊണ്ട് നമുക്ക് ജീവനുള്ള ദൈവത്തെ കാണുവാനുള്ളതായ ഭാഗ്യം യേശു ക്രിസ്തു ഒരുക്കിയ ആ ശരീരയാഗത്താൽ നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് നമുക്ക് കർത്താവിനെ മുഖാമുഖമായി കാണുവാൻ കഴിയുമെന്ന് ദൈവവചനം വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എബ്രായ ലേഖനം തന്നെ 2-ാം അധ്യായത്തിൻ്റെ 17-18 വാക്യഭാഗങ്ങൾ വായിക്കുമ്പോൾ, അതുകൊണ്ട് ജനത്തിൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനും ആകേണ്ടതിന് സകലത്തിലും തൻ്റെ സഹോദരന്മാരോട് സദൃശ്യമായി തീരുവാൻ ആവശ്യമായിരുന്നു എന്ന് അവിടെ കാണുവാൻ കഴിയുകയാണ്. തൻ്റെ ജനത്തിൻ്റെ പാപങ്ങൾക്ക് താൻ തന്നെ പ്രായശ്ചിത്തമാകേണ്ടത് ആവശ്യമായിരുന്നു. ആ പ്രായശ്ചിത്തമാകേണ്ടതിന് അവൻ തൻ്റെ മക്കളോട് കരുണയുള്ളവനായി തീരുകയും ആത്മീയ കാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനാകേണ്ടതിന് സകലത്തിലും തൻ്റെ സഹോദരന്മാരോട് സദൃശനായി തീരുവാൻ ആവശ്യമായിരുന്നു എന്ന് ആ വേദഭാഗത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുകയാണ്. കർത്താവ് സ്തോത്രം മഹാപുരോഹിതനും തൻ്റെ സഹോദരന്മാരോട് സദൃശനുമായിരുന്നു എന്നും നമുക്കവിടെ കാണുവാൻ കഴിയും. അവൻ്റെ മനുഷ്യത്വത്തിലാണ് ഈ ശുശ്രൂഷകളൊക്കെ നിർവഹിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. അതിൻ്റെ 18-ാമത്തെ വാക്യഭാഗത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കയാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനാകുന്നു. കർത്താവ് തൻ്റെ മനുഷ്യത്വത്തിൽ പരീക്ഷിതനായി തീർന്നത് നിമിത്തമായിട്ടും താൻ അനുഭവിച്ചതായ കഷ്ടനിമിത്തമായിട്ടും സ്തോത്രം തൻ്റെ നാമത്തിന് വേണ്ടി കഷ്ടത അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് സഹായം നൽകുവാൻ അവൻ കഴിവുള്ളവനാകുന്നു എന്നാണ് ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിന് വേണ്ടി വിശ്വസ്തമായി നിൽക്കുന്ന ദൈവമക്കൾക്ക് ഈ ഭൂതലത്തിൽ പലവിധത്തിലുള്ളതായ കഷ്ടങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഭാരങ്ങളും സ്തോത്രം നിന്ദയും പരിഹാസങ്ങളും പലവിധത്തിലുള്ളതായ പ്രതികൂലങ്ങൾ കടന്നു വരും. ഏത് പ്രതികൂലങ്ങൾ കടന്നു വന്നിരുന്നാലും കർത്താവിൻ്റെ വചനം പറയുന്നു, താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കയാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനാകുന്നു. സ്തോത്രം. സ്തോത്രം. കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി കഷ്ടം സഹിക്കുന്ന തൻ്റെ മക്കളെ സഹായിക്കുവാൻ താൻ ശക്തനും മതിയായവനുമാകുന്നു എന്ന് ദൈവവചനം വളരെ വ്യക്തമായിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സ്തോത്രം. എബ്രായ ലേഖനം തന്നെ അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 16 വരെയുള്ളതായ വേദഭാഗങ്ങൾ നാം വായിക്കുമ്പോൾ, ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടെ കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക എന്നവിടെ കാണുവാൻ കഴിയുകയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ മനുഷ്യത്വത്തിൽ ആകാശത്തിൽ കൂടെ ഒരു മഹാപുരോഹിതനായി കടന്നുപോയവനാണ്. അതുകൊണ്ട് നമുക്ക് വേണ്ടി അവൻ ഒരുക്കിയിരിക്കുന്നതായ ആ രക്ഷയുടെ ആ സന്തോഷം നാം അതിൻ്റെ സ്വീകാരം നാം മുറുകെ പിടിച്ചുകൊള്ളുവാൻ കർത്താവിൻ്റെ ദാസൻ ഓർമ്മപ്പെടുത്തുകയാണ്. സ്തോത്രം. കർത്താവ് നമുക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമേറിയ
ആ മഹത്വമേറിയ പദവി ഒരിക്കലും നാം നിസ്സാരമാക്കുവാനോ ഒരുപക്ഷെ അതിനെ സാരമില്ല എന്ന് ചിന്തിക്കുവാനോ ഇടവരാതെ അതിൻ്റെ ശ്രേഷ്ഠത മനസ്സിലാക്കിക്കൊണ്ട് അതിനെ നാം മുറുകെ പിടിച്ചുകൊള്ളണം. അതിൽ നിന്നൊരിക്കലും നാം പിന്നിലേക്ക് മാറരുത്. ശത്രു നമ്മെ പല കാരണങ്ങളാൽ പിന്തിരിപ്പിക്കുവാൻ ശ്രമിക്കും. പല വിധത്തിലുള്ളതായ ദുരാലോചനകൾ ശത്രു നമ്മുടെ ജീവിതത്തിന് നേർക്ക് കൊണ്ടുവരും. നമ്മെ നിരുത്സാഹപ്പെടുത്തുവാൻ ശ്രമിക്കും. ചില പ്രതികൂല സാഹചര്യങ്ങളിൽ നമ്മെ ഭീതിപ്പെടുത്തുവാൻ ശ്രമിക്കും. ഇതൊക്കെ ശത്രുവിൻ്റെ തന്ത്രങ്ങളാണ്. യാതൊരു കാരണവശാലും ഏത് പ്രതികൂലങ്ങൾ കടന്നു വന്നാലും നാം ഭീരുക്കളാകാതെ സ്തോത്രം, മരണത്തെ ജയിച്ചവനായ ഒരു ജയവീരൻ നമുക്കായി ഉയരത്തിൽ ജീവിക്കുന്നു എന്ന പ്രത്യാശയോടെ അവൻ്റെ പാദപീഠത്തിൽ വിശ്വസ്തരായി നിൽക്കുവാൻ കഴിയുന്നു എങ്കിൽ എല്ലാ പ്രതികൂലങ്ങളിലും നമ്മെ സഹായിക്കുവാൻ അവൻ കഴിവുള്ളവനാണ് എന്ന് ദൈവവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. സ്തോത്രം. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതയിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രേ നമുക്കുള്ളത് എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുകയാണ്. നമുക്കുള്ള മഹാപുരോഹിതൻ നമുക്ക് മാനുഷികമായിട്ട് അവൻ്റെ മനുഷ്യത്വത്തിൽ അവനൊരു പുരോഹിതനായിട്ട് കാണപ്പെടുന്നു. നമ്മുടെ ബലഹീനതയിൽ നമ്മോട് സഹതാപം കാണിപ്പാൻ അവൻ കഴിയുന്നവനാണ്. കാരണം പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രയും നമുക്കുള്ളത് എന്ന് നമുക്ക് ആ വേദഭാഗത്തിൽ കാണുവാൻ കഴിയുന്നു. അവൻ പാപം അറിഞ്ഞിട്ടില്ല, പാപം ചെയ്തിട്ടില്ല, പാപം ചെയ്യുവാൻ അവന് കഴിയുന്നതുമല്ല. കാരണം അവൻ പരിശുദ്ധനായ ദൈവമാണ്, സർവശക്തിയുള്ള ദൈവമാണ്. അതുകൊണ്ട് പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യമായി അവൻ പരീക്ഷിക്കപ്പെടുവാൻ അവൻ ജഡത്തിൽ വെളിപ്പെട്ടു വന്നവനാണ്. അവനാണ് മനുഷ്യവേഷം എടുത്ത് കടന്നു വന്ന, മനുഷ്യത്വം സ്വീകരിച്ച് കടന്നു വന്ന സർവശക്തനായ ദൈവം. സ്തോത്രം. ഇവിടെ അതിൻ്റെ 16-ാമത്തെ വാക്യഭാഗത്തിൽ നാം കാണുന്ന, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തക്ക സമയത്ത് സഹായം ലഭിപ്പാനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് ചെല്ലുക എന്നാണ്. നമുക്ക് ആവശ്യമായ സമയത്ത് കരുണ ലഭിപ്പാനും ആവശ്യമുള്ള സമയത്ത് നമുക്ക് ആവശ്യമായ സഹായം ലഭിപ്പാനും അതിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് ചെല്ലുക എന്നാണ്. യാതൊരു കാരണവശാലും അധൈര്യപ്പെട്ടു പോകരുത്, നാം പിന്തിരിഞ്ഞു പോകരുത്. പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോഴും, പ്രയാസങ്ങൾ കടന്നു വരുമ്പോഴും, പ്രശ്നങ്ങൾ കടന്നു വരുമ്പോഴും നമുക്കുള്ളതായ മഹാപുരോഹിതനായ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ നമ്മുടെ കർത്താവിൽ മാത്രം പ്രത്യാശ വെച്ചുകൊണ്ട് അവൻ്റെ പാദപീഠത്തിൽ വിശ്വസ്തയോടെ നിലകൊള്ളുവാൻ ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സ്തോത്രം. കൃപാസനത്തിൽ തളിക്കുവാൻ രക്തം ആവശ്യമായിരുന്നു. എങ്കിലും മൃഗങ്ങളുടെ രക്തം അതിന് പര്യാപ്തമായിരുന്നില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. കൃപാസനത്തിൽ രക്തം തളിക്കണമായിരുന്നു. കൃപാസനം എന്ന് പറയുമ്പോൾ കൃപയുടെ ഇരിപ്പിടമാണ്. ആ ആസനത്തിൽ രക്തം തളിക്കേണ്ടത് ആവശ്യമായിരുന്നു. എങ്കിലും അത് മറ്റ് മൃഗങ്ങളുടെയോ മറ്റേതെങ്കിലും ജീവികളുടെയോ രക്തം അതിന് ഉതകുന്നതായിരുന്നില്ല, പര്യാപ്തമായതായിരുന്നില്ല എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. മീഖായുടെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യഭാഗം വായിക്കുമ്പോൾ അവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്, 1000 ആട്ടുകൊറ്റനിലും 10,000 തൈല നദിയിലും യഹോവ പ്രസാദിക്കുമോ? എൻ്റെ അതിക്രമത്തിന് വേണ്ടി ഞാൻ എൻ്റെ ആദ്യജാതനെയും ഞാൻ ചെയ്ത പാപത്തിന് വേണ്ടി എൻ്റെ ഉദരഫലത്തെയും കൊടുക്കുമോ എന്നവിടെ രേഖപ്പെടുത്തി കാണുവാൻ കഴിയുന്നു. 1000 ആട്ടുകൊറ്റനിലും 10,000 തൈല നദിയിലും യഹോവ പ്രസാദിക്കുകയില്ല എന്നാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. പിന്നീട് മൃഗങ്ങളുടെ രക്തം കൃപാസനത്തിൽ തളിക്കുവാൻ പര്യാപ്തമല്ലാത്തത് കൊണ്ട് നമ്മുടെ മഹാപുരോഹിതനായ ക്രിസ്തു തൻ്റെ സ്വന്തം രക്തം അർപ്പിക്കുവാൻ ഇടയായി തീർന്നു എന്നാണ് തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. മറ്റ് മൃഗങ്ങളുടെയും പക്ഷികളുടെ ഒന്നും രക്തം
പാപത്തിന് പരിഹാരം വരുത്തുവാൻ, അല്ലെങ്കിൽ മനുഷ്യൻ്റെ പാപത്തിന് പ്രായശ്ചിത്തം വരുത്തുവാൻ സാധിക്കാത്തത് കൊണ്ട് കർത്താവായ യേശു ക്രിസ്തു തന്നെ തൻ്റെ രക്തം സ്തോത്രം തൻ്റെ മക്കൾക്ക് വേണ്ടി പ്രായശ്ചിത്ത യാഗമായി കഴിക്കുവാനിടയായി തീർന്നു എന്ന് നമുക്ക് ദൈവവചനത്തിലൂടെ പഠിക്കുവാൻ കഴിയുകയാണ്. എബ്രായ ലേഖനം തന്നെ 9-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യഭാഗം നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിച്ചു എന്നാണ് ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. മറ്റ് യാഗമൃഗങ്ങളുടെ രക്തവുമായിട്ട് മഹാപുരോഹിതൻ ഒരിക്കൽ ആ സ്തോത്രം അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കടന്നുപോയി, ആ സിംഹാസനത്തിലേക്ക് കടന്നുപോയി അവിടെ രക്തം തളിക്കുന്ന പതിവുണ്ടായിരുന്നു. എന്നാൽ അത് സ്തോത്രം പൂർണ്ണമായും പാപപരിഹാരത്തിന് പര്യാപ്തമാകാതിരുന്നപ്പോൾ സ്തോത്രം നമ്മുടെ കർത്താവ് അരുമനാഥനായ ദൈവം തന്നെ സ്തോത്രം മനുഷ്യവേഷമെടുത്ത് ലോകത്തിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നു. ഇവിടെ കർത്താവിൻ്റെ ദാസൻ ഓർമ്മപ്പെടുത്തുന്നത് ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിച്ചു എന്നാണ്. എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരയാഗത്താൽ കർത്താവ് സാധ്യമാക്കിയത് കൊണ്ട് ആണ്ടുതോറും പുരോഹിതന്മാർ കഴിക്കുന്ന ആ യാഗത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല. കർത്താവ് എന്നേക്കുമുള്ള വീണ്ടെടുപ്പാണ് തൻ്റെ സ്വന്തം രക്തം നൽകി സാധ്യമാക്കി തീർത്തത് എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. സ്വന്തം രക്തം എന്ന് പറയുമ്പോൾ പ്രാണൻ അഥവാ തൻ്റെ ജീവനാണ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി മറുവിലയായവൻ നൽകുവാനിടയായി തീർന്നത് എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. നമുക്ക് വേണ്ടി താൻ മറുവിലയായി തീരുവാൻ, യാഗമായി തീരുവാൻ, പ്രായശ്ചിത്തമായി തീരുവാൻ സർവശക്തനായ ദൈവത്തിന് മാത്രമേ കഴിയുമായിരുന്നുള്ളൂ. അതുകൊണ്ട് താൻ തന്നെ തൻ്റെ മക്കളെ വീണ്ടെടുക്കേണ്ടതിന് വേണ്ടി തൻ്റെ മക്കളിൽ ഒരുവനെ പോലെ മനുഷ്യവേഷമെടുത്ത് അഥവാ ജഡത്തിൽ വെളിപ്പെട്ട് ലോകത്തിലേക്ക് വന്നു എന്നാണ് തിരുവചനം വളരെ വ്യക്തമായിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. സ്തോത്രം. അക്കാര്യത്തിൽ സംശയമുണ്ടാവുകയും സംശയത്തോടെ കാര്യങ്ങൾ വീക്ഷിക്കുകയും ചെയ്താൽ യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയാതെ പോകും. അതുകൊണ്ട് സംശയവീക്ഷണമല്ല നമുക്കിവിടെ ആവശ്യമായിരിക്കുന്നത്. ദൈവവചനത്തിൻ്റെ വസ്തുതകളെ തിരിച്ചറിയുകയും സത്യത്തിന് വേണ്ടി നാം നിലകൊള്ളുകയും ചെയ്യണമെന്നുള്ളതാണ് ദൈവവചനത്തിലൂടെ ഓർമ്മപ്പെടുത്തുവാൻ കഴിയുന്നത്. സ്തോത്രം. എബ്രായ ലേഖനം തന്നെ അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 19-20 വാക്യഭാഗം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നത് ആ പ്രത്യാശ നമുക്ക് ആത്മാവിൻ്റെ ഒരു നങ്കൂരം തന്നെ. കർത്താവായ യേശു ക്രിസ്തുവിലുള്ളതായ നമ്മുടെ പ്രത്യാശ ആത്മാവിൻ്റെ ഒരു നങ്കൂരമാണ്. ഏത് പ്രതികൂല സാഹചര്യത്തിലും ഇളക്കം സംഭവിക്കാതിരിക്കത്തക്ക വിധത്തിൽ നങ്കൂരമിട്ട് സ്തോത്രം ജലവാഹനങ്ങളെ നിയന്ത്രിക്കുന്നത് പോലെ സ്തോത്രം ആത്മാവിൻ്റെ ഒരു നങ്കൂരമായിട്ട് കർത്താവായ യേശു ക്രിസ്തുവിലുള്ള പ്രത്യാശ നമുക്ക് ധൈര്യം പകർന്നു തരികയാണ്. പിന്നീട് അവിടെ കാണുന്നു അത് നിമിത്തം സ്ഥിരവും തിരശ്ശീലയ്ക്കകത്തേക്ക് കടക്കുന്നതുമാകുന്നു എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. നമുക്ക് നിശ്ചയമായും വളരെ സ്ഥിരതയുള്ളതും തിരശ്ശീലയ്ക്ക് പുറത്തല്ല തിരശ്ശീലയ്ക്കകത്തേക്ക് കടക്കുവാൻ സാധ്യമായി തീരുന്നതുമാണ് ഈ പ്രത്യാശ എന്ന് നമുക്ക് കാണുവാൻ കഴിയും. പ്രത്യാശയാലാണ് നമുക്ക് രക്ഷിക്കപ്പെടുവാൻ കഴിയുന്നത്. പ്രത്യാശയാൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വളരെ വളരെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ കഴിയും. സ്തോത്രം. സ്തോത്രം. അതിൻ്റെ അടുത്ത ഭാഗം നമ്മൾ വായിക്കുന്നത്
അവിടേക്ക് യേശു മൽക്കീസേദക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായി മുമ്പ് കൂട്ടി നമുക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കുന്നു എന്ന് കാണുവാൻ കഴിയുന്നു. സ്തോത്രം. മൽക്കീസേദക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു മഹാപുരോഹിതനായി മുൻകൂട്ടി നമുക്ക് വേണ്ടി പ്രവേശിച്ചവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുകയാണ്. സ്തോത്രം. സമാധാനത്തിൻ്റെ രാജാവ് മൽക്കീസേദക്ക് സമാധാനത്തിൻ്റെ രാജാവാണ്. യേശു ലോകത്തിലായിരിക്കുമ്പോൾ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞല്ലോ, ലോകം നിങ്ങൾക്ക് യാതൊരു സമാധാനവും തരുന്നില്ല, എന്നാൽ ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു. അത് ഈ ലോകം തരുന്നത് പോലെയല്ല. ഞാൻ തരുന്ന സമാധാനം നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റുവാൻ ലോകത്തിന് സാധ്യവുമല്ല എന്ന് കർത്താവ് പറയുവാനിടയായിത്തീർന്നു. ലോകത്തിന് തരുവാൻ കഴിയാത്തതായ സമാധാനം നൽകുവാൻ കഴിയുന്ന ഒരു മഹാരാജാവാണ് നമുക്കുള്ളത്. അവിടേക്ക് മൽക്കീസേദക്ക് എന്ന് പറയുന്ന സമാധാന രാജാവിൻ്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു മഹാപുരോഹിതനായി നമ്മുടെ കർത്താവിനെ മുമ്പ് കൂട്ടി സ്തോത്രം നമുക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കുന്നു എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുകയാണ്. ഇവിടെ യേശു ക്രിസ്തു ഒരേ സമയം യാഗക്കുഞ്ഞാടും യാഗം കഴിക്കുന്ന പുരോഹിതനുമാകുന്നു എന്ന് തിരുവചനത്തിലൂടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് പഠിക്കുവാൻ കഴിയുകയാണ്. സ്തോത്രം. അതവൻ്റെ ദൈവത്വവും അവൻ്റെ മനുഷ്യത്വവും തമ്മിലുള്ളതായ ആ യോജിപ്പാണ് ആ സ്തോത്രം നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. യേശു ക്രിസ്തു ഒരേ സമയം തന്നെ യാഗം കഴിക്കുന്ന മഹാപുരോഹിതനും യാഗത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന യാഗക്കുഞ്ഞാടുമായി നമുക്ക് കാണുവാൻ കഴിയുന്നു. യേശു ക്രിസ്തു യഥാർത്ഥ ദൈവവും പൂർണ്ണ മനുഷ്യനുമാകുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. പല നിലകളിലുള്ളതായ സംശയങ്ങൾ പലർക്കുമുണ്ട്. പല തരത്തിലാണ് തെറ്റിദ്ധാരണകൾ ആ ശത്രു പ്രചരിപ്പിച്ചു കൊണ്ടുവരിക്കുന്നത്. എന്നാൽ ശത്രുവിൻ്റെ കെണികളിലൊന്നും അകപ്പെട്ടു പോകാതെ തിരുവചനത്തിൻ്റെ വസ്തുതകളെ വേണ്ട വിധത്തിൽ തിരിച്ചറിഞ്ഞ് സത്യത്തിന് വേണ്ടി നാം ഓരോരുത്തരും നിലകൊള്ളണമെന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു മാനുഷിക മധ്യസ്ഥനായി നീതീകരിക്കപ്പെടുമെന്നും റോമാലേഖനം നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ ഒരു മാനുഷിക പുരോഹിതനെ കൂടാതെ ദൈവസന്നിധിയിലേക്ക് ധൈര്യമായി ചെല്ലാമെന്ന് ഇബ്രായ ലേഖനകർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ റോമാലേഖനവും നീതീകരിക്കപ്പെടുന്നവർക്ക് സ്വതം നീതി പ്രവർത്തിയാലുള്ള രക്ഷയെ സംബന്ധിച്ച് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. എന്നാൽ സ്തോത്രം യേശുക്രിസ്തു മുഖാന്തരം ദൈവസന്നിധിയിലേക്ക് ധൈര്യമായി ചെല്ലാമെന്ന് ഇബ്രായ ലേഖനകർത്താവ് നമ്മെ പഠിപ്പിക്കുന്നതായിട്ട് ഇത് രണ്ടിൻ്റെയും സ്തോത്രൻ എഴുത്തുകാരൻ ഒരാൾ തന്നെയാണ് എങ്കിലും വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വം എന്ന വിഷയത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒരേ സമയം അവൻ ഒരു യാഗപുരുവും അതേ സമയം തന്നെ യാഗം കഴിക്കുന്ന മഹാപുരോഹിതനുമായി അവനെ കാണുവാൻ കഴിയുകയാണ്. സ്തോത്രം. നമ്മുടെ മഹാപുരോഹിതൻ സ്തോത്രം നമ്മുടെ ഏത് പ്രതികൂല സാഹചര്യങ്ങളിൽ നമ്മെ സഹായിപ്പാൻ കഴിവുള്ളവനാണ്. അതുകൊണ്ട് അവൻ്റെ സന്നിധിയിൽ നാം നേരോടും വിശ്വസ്തയോടും വിശുദ്ധിയോടും നിലകൊള്ളേണ്ടത് ആവശ്യമാണ്. നമ്മുടെ കർത്താവ് വരുവാനുള്ളതായ സമയം നമ്മുടെ ഏറ്റവും അടുത്തിരിക്കുന്നു എന്ന് വളരെ വ്യക്തമായിട്ടും സ്തോത്രം ലോകസംഭവങ്ങളും ആ ലോകസംഭവങ്ങളുമായിട്ട് നാം താരതമ്യം ചെയ്ത് ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയുന്നു നമ്മുടെ കർത്താവ് നമ്മുടെ ഏറ്റവും അടുത്തിരിക്കുന്നു എന്ന്. അതുകൊണ്ട് സംശയങ്ങൾക്കിടവരാതെ വണ്ണം ദൈവവചനത്തിൻ്റെ വസ്തുതകളെ തിരിച്ചറിഞ്ഞ് സത്യത്തിനു വേണ്ടി നിലകൊള്ളുവാൻ സകല മനുഷ്യരെയും ദൈവം സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വ്യാജ ഉപദേശങ്ങൾ ലോകത്തിൽ വളരെ ശക്തമായി കൊണ്ടിരിക്കുന്നത് കൊണ്ട് പലർക്കും ദൈവവചനത്തിൻ്റെ വസ്തുതകളെ കേൾക്കുമ്പോൾ അത് ഉൾക്കൊള്ളുവാൻ കഴിയാതെ പോകുന്നു. അത് ശത്രു സ്തോത്രം ജനത്തിൻ്റെ ഹൃദയങ്ങളിൽ കളവിതച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഉത്തമമായ ഉദാഹരണമാണ്. എന്നാൽ ദൈവവചനവുമായിട്ട്
താരതമ്യം ചെയ്ത് നമ്മൾ പഠിക്കുകയും കേൾക്കുന്ന വചനങ്ങൾ അപ്രകാരം തന്നെയോ, അത് സത്യമാണോ, ഇത് ദൈവവചനത്തിലുള്ളതാണോ, വേദപുസ്തകവുമായിട്ട് ബന്ധമുണ്ടോ എന്നതിനെ സംബന്ധിച്ചൊരു സൂക്ഷ്മ പരിശോധനയും ഓരോരുത്തർക്കും ആവശ്യമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് തിരുവചനത്തിൻ്റെ വസ്തുതകളെ അറിഞ്ഞ് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. സ്തോത്രം. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് യഥാർത്ഥ ദൈവവും ഒരു പൂർണ്ണ മനുഷ്യനുമാണ്. അവൻ ഒരേ സമയത്ത് ദൈവവും അതേ സമയം തന്നെ അവൻ മനുഷ്യനുമാണ്. അതുകൊണ്ട് അവൻ്റെ ദൈവത്വത്തിൽ അവൻ പ്രാർത്ഥന കേൾക്കുന്നവനാണ്. എന്നാൽ അവൻ്റെ മനുഷ്യത്വത്തിൽ അവൻ പ്രാർത്ഥിക്കുന്നവനാണ്. സ്തോത്രം. അവൻ്റെ ദൈവത്വത്തിൽ കടലിനെ ശാന്തമാക്കുന്നവനാണ്. എന്നാൽ അവൻ്റെ മനുഷ്യത്വത്തിൽ ക്ഷീണിതനായി അമരത്തിൽ ഉറങ്ങുന്നവനാണ്. സ്തോത്രം. അവൻ്റെ മനുഷ്യത്വത്തിൽ ലാസറിന്റെ കല്ലറയ്ക്കലെത്തി കണ്ണുനീർ വാർത്തു. എന്നാൽ അവൻ്റെ ദൈവത്വത്തിൽ അവൻ ആജ്ഞാപിച്ചു, ലാസറെ പുറത്തു വരിക. മരിച്ച 4 ദിവസമായി നാറ്റം വെച്ച ലാസർ ജീവനുള്ളവനായി പുറത്തു വരുവാനിടയായി തീർന്നതിൻ്റെ കാരണം സാക്ഷാൽ സർവശക്തനായ ദൈവമാണ് അവൻ എന്നതിൻ്റെ തെളിവാണ്. പ്രൈസ് ലോർഡ്. അതുകൊണ്ട് സ്തോത്രം, നമ്മുടെ കർത്താവ് ഒരേ സമയം തന്നെ സ്തോത്രം ദൈവവും അതേസമയം മനുഷ്യനുമാണ് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് തിരുവചനത്തിലൂടെ പഠിക്കുവാൻ കഴിയുന്നു. സ്തോത്രം. യേശു ക്രിസ്തു സ്തോത്രം അവൻ യാഗം കഴിക്കുന്ന പുരോഹിതനും യാഗ ഉരുവായ കുഞ്ഞാടുമാകുന്നു എന്ന് തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമമില്ല. അതുകൊണ്ട് ഏകസത്യ ദൈവത്തെക്കുറിച്ചുള്ളതായ ആ സത്യവിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ ദൈവവും സ്തോത്രം രക്ഷിതാവുമായി സ്വീകരിച്ചുകൊണ്ട് അവൻ്റെ നാമത്തിൽ സ്നാനമേറ്റ പാപങ്ങളെ കഴുകിക്കളഞ്ഞ് വിശുദ്ധ ജീവിതം നയിക്കുവാൻ കഴിയുന്ന വ്യക്തി ജീവിതങ്ങളെ ചേർക്കുവാൻ ഇതാ നമ്മുടെ അരുമമണവാളൻ കടന്നു വരുവാൻ സമയമായിരിക്കുന്നു. അവൻ്റെ കടന്നുവരവെങ്കിൽ ആരും കൈവിടപ്പെട്ടു പോകാതിരിക്കേണ്ടതിന് വളരെ ശ്രദ്ധയോടും ബുദ്ധിയോടും ദൈവാശ്രയത്തിൽ നിലനിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം എവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗ കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല സമയത്തിനായിട്ട് നിന്നെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലവും തിരുവചനത്തിലൂടെ അല്പസമയം സംസാരിപ്പാനിടവന് ഭാഗ്യം നൽകിയത് കൊണ്ട് സ്തോത്രം കർത്താവേ. ഈ ഗ്രൂപ്പിനെ അനുഗ്രഹിക്കണമേ. ഇതിൻ്റെ അഡ്മിന്മാരെയും ബഹുമാന്യ കർത്താവിൻ്റെ ദാസന്മാരെ എല്ലാവരെയും അനുഗ്രഹിച്ചാട്ടും. സ്തോത്രം. എല്ലാം നിന്റെ നാമത്തിൻ്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമാകേണ്ടതിന് സഹായിക്കണം. ഇളയവനെയും ബലപ്പെടുത്തണം. സർവശക്തൻ്റെ കരങ്ങളിൽ വഹിച്ചുകൊള്ളണം. സകലാത്മീയ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കണം. മഹത്വപ്പനിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.